ക്ലൗഡ് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെബിൻ ഷഫീഖ്. ഇന്ന് സെമി പാർട്ടി വെയർ സാരീസ് ആണ്. നമുക്കൊരു ഫംഗ്ഷന് ഡ്രീപ്പ് ചെയ്യാവുന്ന സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. എല്ലാ സാരീസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. clouddesigns.com ആണ് വെബ്സൈറ്റിൽ ലിങ്ക് വരുന്നത്. 9947135468 ആണ് വാട്സാപ്പ് നമ്പർ. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഡെയിലി മോർണിംഗ് 10:30 AM ആണ് നമ്മൾ യൂഷ്വൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം. സെയിം ടൈം തന്നെയായിരിക്കും നമ്മൾ വെബ്സൈറ്റിലും സാരീസ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കണ്ട് നോക്കാം. ഇതിന്റെ പാർട്ടി വെയർ കളക്ഷൻസിൽ ഫസ്റ്റ് സാരീസ് വരുന്നത് ജൂട്ട് സിൽക്ക് ആണ്. സാരിയുടെ ഫാബ്രിക് വരുന്നത് കളർ വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ്. സാരിയുടെ കളർ ജെറ്റ് ബ്ലാക്കിൽ ത്രൂ ഔട്ട് ദ ബോഡി ഷിബോരി ഡിസൈൻ ആണ്. ഡയഗണൽ പാറ്റേണിലാണ് ഷിബോരി ഡിസൈൻസ് വരുന്നത് സാരിയിൽ. അത് കൂടാതെ ബോർഡർ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും ബോർഡർ വരുന്നത് സാരിക്ക്. ഐവറിയാണ് കേട്ടോ. വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത് ഐവറിയാണ്. ബ്ലാക്ക് ആൻഡ് ഐവറിയാണ്. ബ്ലാക്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. ഐവറി ഷെയ്ഡിൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോഴും വർക്ക് തന്നെ കേട്ടോ ബാക്ക് സൈഡ് വരുന്നത്. ഫുൾ സാരി വരുന്നതും ഷിബോരി ഡിസൈൻ തന്നെയാണ്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഡയഗണൽ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഓൾ ഓവർ ദ ബോഡി ഒരു പാറ്റേൺ തന്നെ വരും. സെയിം ഈ ഒരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. ത്രൂ ഔട്ട് ഈ ഒരു ഐവറി എംബ്രോയിഡറി വർക്ക് ആൻഡ് ഷിബോരി ഡിസൈനാണ് സാരിയുടെ സ്റ്റൈലിൽ വരുന്നത്. മുന്താണി വരുന്നതും സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും. റണ്ണിങ് മുന്താണിയാണ്. ഫുൾ ഡയഗണൽ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു. എംബ്രോയിഡറി വർക്ക് ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. സെയിം തന്നെ ഷിബോരി ഡിസൈനിൽ വരുന്നത് റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. അടുത്ത കളർ വരുന്നത് ഗ്രേപ്പ് വൈൻ പേർപ്പിൾ ആണ്. ഗ്രേപ്പ് വൈൻ പേർപ്പിളിലും ഷിബോരി ഡിസൈൻ തന്നെയാണ്. ഡയഗണൽ പാറ്റേണിലും ഷിബോരി ഡിസൈൻസ് വരുന്നുണ്ട്. ഫുൾ ബോഡി വരുന്നത് ഐവറിയിൽ തന്നെയുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ്. എംബ്രോയിഡറി വർക്കിലാണ്. ഒരു എംബോസ്ഡ് പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ സാരിക്ക്. റണ്ണിങ് മുന്താണി ആയിരിക്കും സാരിക്ക് വരുന്നത്. ഫുൾ സാരി ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. മുന്താണി വരുമ്പോൾ ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ ഷിബോരി ഡിസൈനിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ ഡീപ്പ് നേവി ബ്ലൂ ആണ് സാരിയുടെ കളർ വരുന്നത്. ഡീപ്പ് നേവി ബ്ലൂവിലും സ്റ്റൈലെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഷിബോരി ഡിസൈൻ തന്നെയാണ് സാരിയുടെ ബോഡി വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. ത്രെഡ് എംബ്രോയിഡറി തന്നെയാണ്. ഐവറി ഷെയ്ഡിലെല്ലാം എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. ഫുൾ സാരി ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും വരുന്നത്. ഡയഗണൽ ഡിസൈനിലായിരിക്കും ഷിബോരി പാറ്റേൺ വരുന്നത്. പല്ലു റണ്ണിങ് ബ്ലൗസാണ് വരുന്നത് സാരി. നെക്സ്റ്റ് സാരി വരുന്നത് ഫുൾ ബോഡിയും എംബ്രോയിഡറി വർക്കാണ് സാരി വരുന്നത്. ജൂട്ട് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് മെറ്റീരിയലാണ്. ഞാൻ സിംഗിൾ ലെയറിലും കാണിക്കാം സാരി. ഓൾ ഓവർ ദ ബോഡി ഒരു പീച്ച് ആൻഡ് ബ്ലാക്ക് ആ ഒരു രണ്ട് കളർ കോമ്പിനേഷനിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഫുൾ സാരിയിലും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബോർഡർ വരുമ്പോൾ ഒരു പേർപ്പിൾ ആണ്. ബോർഡറും മുന്താണിയും വരുന്നത് പേർപ്പിൾ ഷെയ്ഡിലായിരിക്കും. ബോഡി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ എംബ്രോയിഡറി വർക്കാണത്. ത്രെഡ് വർക്കിലായിരിക്കും. ഒരു പേസ്റ്റൽ പീച്ചാണ്. പീച്ചും ബ്ലാക്കുമാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ വരുമ്പോൾ ടെമ്പിൾ വൂവൺ പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത്. ഒരു പേർപ്പിൾ ടോണിൽ തന്നെ ആ ഒരു കോമ്പിനേഷനിൽ തന്നെയുള്ള മുന്താണിയാണ് വരുന്നത്. പ്രിന്റഡ് പല്ലു ഫുൾ ഹെവി വർക്കിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ പ്രിന്റഡ് ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത്. മുന്താണിയുടെ ആ ഒരു സ്റ്റൈലിലുള്ള പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത് സാരിക്ക്. സിംഗിൾ ലെയറിലെ സാരി ഈ ഒരു പാറ്റേൺ ആയിരിക്കും കേട്ടോ. വൺ ലെയറിലും ട്രാൻസ്പെറൻറ്റ് അല്ല സാരി. ഫുൾ ഈ ഒരു ലുക്ക് വരും. ബാക്ക് സൈഡ് വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. ഫുൾ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. നല്ലൊരു ഫൈൻ വർക്ക് ആട്ടോ. നമുക്ക് ഉടക്കത്തൊന്നുമില്ല. ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. അടുത്ത കളർ വരുന്നത് നല്ലൊരു ഷെയ്ഡാണ്. ഒരു മെഹന്തി ഗ്രീനും മസ്റ്റേർഡ് യെല്ലോയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. ഫുൾ ബോഡി ത്രെഡ് വർക്കാണ്. ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും. ഫ്ലോറൽ ജാൻ ഡിസൈനിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത് സെയിം ആ ഒരു കോമ്പിനേഷൻ തന്നെയാട്ടോ വരുന്നത്. ബ്ലാക്ക് ആൻഡ് പീച്ചാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൻ്റെ ഡീറ്റെയിൽ വ്യൂ ഇങ്ങനെ വരും. ഫുൾ വർക്കാണ്. ഇത് പ്രിൻ്റ് അല്ല കേട്ടോ വരുന്നത്. ഫുൾ ത്രെഡ് വർക്കാണ്. പക്ഷെ വളരെ ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ബോർഡർ വരുമ്പോൾ ബോർഡറും മുന്താണിയും വരുന്നത് പ്രിന്റഡ് പല്ലു ആൻഡ് ബോർഡർ ഇതാ വരുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് ഒരു എഡ്ജ് കൂടി വരുന്നുണ്ട്. ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട് ബ്ലാക്കിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ബ്ലൗസും പ്ലെയിൻ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നമുക്ക് പെയർ ചെയ്യാം. പല്ലു ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. പ്രിന്റഡ് ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. ഫുൾ ബോഡി ത്രെഡ് എംബ്രോയിഡറിയിൽ തന്നെയാണ് നെക്സ്റ്റ് സാരിയും വരുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഒരു ഗ്രേ ബ്ലെൻഡഡ് ഓക്സ്ഫോർഡ് ബ്ലൂ ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഫുൾ ബ്ലാക്ക് ആൻഡ് പീച്ച് തന്നെയാണ്. ഫ്ലോറൽ ജാൻ ഡിസൈനായിരിക്കും. ത്രെഡ് എംബ്രോയിഡറിയിൽ ഓരോ സാരിയിലും വളരെ സ്ലൈറ്റ് വേരിയേഷൻസ് വരാം കേട്ടോ. ഇതിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരി. ഡബിൾ സൈഡ് ബോർഡർ വരുന്നത് പ്രിന്റഡ് ബോർഡർ ആയിരിക്കും. ടെമ്പിൾ വൂവൺ പാറ്റേണിലുള്ള പ്രിന്റഡ് പല്ലു, പ്രിന്റഡ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വരുന്നത് മെറൂൺ ആണ് കേട്ടോ. സാരിയുടെ കളർ വരുന്നത് ഒരു വൈൻ റെഡും മെറൂണും കൂടി ചേർന്ന് വരുന്ന ഒരു കളറാണ്. സോഫ്റ്റ് സിൽക്ക് ആണ്. സെമി സിൽക്ക് ഫാബ്രിക് ആണ് സാരി വരുന്നത്. ഇതിൻ്റെ ഡിസൈനും പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്.
ഇത് വരുന്നത് ഹാൻഡ് എംബ്രോയിഡറിയിലാണ് സാരി വരുന്നത്. ഫുൾ ബോഡി വരുന്നത് ഷിബോരി ഡിസൈനാണ്. ഷിബോരി പാറ്റേൺസ് വന്നിട്ട് രണ്ട് സൈഡിലും കാന്ത സ്റ്റിച്ചും അതിലൊരു ബുള്ളി നോട്ട്സ് ആൻഡ് ഫ്രഞ്ച് നോട്ട്സ് ആ പാറ്റേണിലുള്ള ഫ്ലോറൽ ത്രെഡ് വർക്കുമാണ് സാരിയുടെ വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ, രണ്ട് സൈഡും. അപ്പോൾ ലോവറും വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിക്ക്. മുകൾ ഭാഗം താഴെയും സെയിം പാറ്റേൺ വരും. ഷിബോരി ഡിസൈൻ ആയിരിക്കും മിഡിലേക്ക് വരുന്നത്. ഫുൾ സാരി ഈ ഒരു സ്റ്റൈൽ വരുന്നുണ്ട്. ഇതിൻ്റെയും ബാക്ക് സൈഡ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക് ആയിരിക്കും. ഇത് സാരിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. റണ്ണിങ് മുന്താണിയാണ് വരുന്നത്. ട്രാൻസ്പെറൻറ്റ് അല്ല സാരി, വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ്. സോഫ്റ്റ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഡ്രേപ്പ് ചെയ്താൽ വളരെ ഫ്ലോയി ആയിട്ട് ഒഴുകി കിടക്കുന്ന ഫാബ്രിക്കാണ്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ. സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരും. നെക്സ്റ്റ് സാരി വീണ്ടും ഓക്സ്ഫോർഡ് ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കളർ എല്ലാം ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ഷിബോരി ഡിസൈൻസിൽ ഹാൻഡ് എംബ്രോയിഡറി ആൻഡ് കാന്ത സ്റ്റിച്ചിലായിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരുന്നത് സാരിക്ക്. നമുക്കൊരു ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസാണ് ഇതെല്ലാം. വളരെ സോഫ്റ്റുമാണ്, നമുക്ക് കൊടുക്കാൻ വളരെ കംഫി മെറ്റീരിയലാണ്. ഇതാണ് സാരിൻ്റെ ബോർഡർ വരുന്നത്. ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചല്ലോ. സെയിം പാറ്റേൺ തന്നെ മൾട്ടി കളറിലായിരിക്കും കാന്ത സ്റ്റിച്ച് വരുന്നത്. അതിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. പല്ലു റണ്ണിങ് ബ്ലൗസാണ് വരുന്നത് പ്ലെയിൻ. അടുത്ത കളർ വരുന്നത് എലിഫന്റ് ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ്. ഡിസൈൻ സെയിം തന്നെയാണ് കേട്ടോ. ഷിബോരി ഡിസൈൻ ആണ് സാരിയുടെ ബോഡി. കാന്ത സ്റ്റിച്ചിലായിരിക്കും മൾട്ടി കളർ കാന്ത സ്റ്റിച്ചിലുള്ള ഫ്ലോറൽ ത്രെഡ് വർക്ക് ആണ് സാരിയുടെ ബോഡി ബോർഡർ ആയിട്ട് വരുന്നത് രണ്ട് സൈഡിലും. മുന്താണി വരുന്നത് സെയിം പാറ്റേൺ തന്നെ. ഈ ഒരു ഷിബോരി ഡിസൈൻസ് വന്നിട്ട് എല്ലാ സാരീസിൻ്റെയും പല്ലു ഞാനത് പറയാൻ വിട്ടുപോയി. മുന്താണിയിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടാണ് കാന്ത വർക്ക് വരുന്നത് ബോർഡർ ആയിട്ട്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ആയിരിക്കും. അടുത്ത സാരി വരുന്നത് ഡിസൈനും ഫാബ്രിക്കും എല്ലാം മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരും. സോഫ്റ്റ് സെമി സിൽക്കിൽ ബാത്തിക് ഡിസൈൻ വന്നിട്ട് കട്ട് വർക്ക് ബോർഡർ ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്ന സാരിക്ക്. കളർ കോമ്പിനേഷൻ നല്ലൊരു പേസ്റ്റൽ ടോണിലാണ് വരുന്നത് കേട്ടോ. ഇതൊരു പിങ്ക് ആണ്, ബേബി പിങ്ക് ആൻഡ് ലൈറ്റ് ചിക്കു ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സാരിയുടെ ബോഡി വരുന്നത് ചിക്കു ആണ്. ചിക്കുവിലെ ബേബി പിങ്കിലുള്ള ബാത്തിക് പ്രിന്റ് ആയിരിക്കും ഫുൾ ബോഡി വരുന്നത്. ബോർഡർ വരുമ്പോൾ ബേബി പിങ്കിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും അതിൽ കട്ട് വർക്ക് ബോർഡറാണ് വരുന്നത് സാരിക്ക്. ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിലൊരു ഹണികോം പാറ്റേണിലാണ് കട്ട് വർക്ക് ഡിസൈൻസ് വരുന്നത്. രണ്ട് സൈഡും കട്ട് വർക്ക് ബോർഡർ തന്നെ കേട്ടോ സാരിക്ക് വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഫുൾ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബാത്തിക് പ്രിന്റ് ആയിരിക്കും വരുന്നത്. പല്ലു വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് മുന്നാരിയുടെ എൻഡിൽ വരുന്നത്. സെയിം ബോർഡർ തന്നെ കട്ട് വർക്ക് ബോർഡർ തന്നെ ആയിരിക്കും പല്ലുവിൽ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. ബാത്തിക് പ്രിന്റിൽ തന്നെ ബേബി പിങ്കിലുള്ള ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ടെർക്കോയിസ് ഗ്രീൻ ആൻഡ് ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കട്ട് വർക്ക് പാറ്റേൺ തന്നെ ആയിരിക്കും കേട്ടോ സാരി. എല്ലാം സെയിം തന്നെയാണ്, കളർ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. ബാത്തിക് പ്രിന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. ചിക്കുവിൽ ടെർക്കോയിസ് ഗ്രീൻ ബോർഡർ വരുന്നതും സെയിം സ്റ്റൈലിൽ തന്നെ കട്ട് വർക്ക് പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. മുന്താണി വരുന്നതും വർക്കിൽ തന്നെ ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് ആണ്. ബാത്തിക് പ്രിന്റിൽ തന്നെയുള്ള ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും സാരിക്ക് വരുന്നത്. പിങ്കിഷ് പീച്ച് ആൻഡ് ചിക്കു ആ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് കട്ട് വർക്ക് സാരി വരുന്നത്. ഡിസൈൻ സെയിം തന്നെയാണ് കേട്ടോ. ബാത്തിക് പ്രിന്റ് തന്നെയാണ് സാരിയുടെ ബോഡി വരുന്നത്. ചിക്കു ആൻഡ് പിങ്കിഷ് പീച്ച് ആണ്. ഒരു ബേബി പിങ്കും പീച്ചും കൂടി ചേർന്ന് വരുന്ന ഒരു കളറിലാണ് ബാത്തിക് ഡിസൈൻസും കട്ട് വർക്ക് പാറ്റേൺസും വരുന്നത്. സെയിം കട്ട് വർക്ക് ഡിസൈൻ തന്നെയായിരിക്കും രണ്ട് സൈഡിലും വരുന്നത്. ഹണികോം പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിനാണ് കട്ട് വർക്ക് വരുന്നത്. പല്ലു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നതിന് മുന്താണിയിൽ റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. അടുത്ത സാരി വരുന്നത് ഡോള സിൽക്കും ജൂട്ട് സിൽക്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. ബോഡി വരുന്ന ഡോള സിൽക്കിൽ ഫുൾ സാരിയിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സെൽഫ് കളർ ത്രെഡ് വർക്കാണ് സാരിയുടെ ബോഡി വരുന്നത്. ഐവറിയാണ് സാരിയുടെ കളർ വരുന്നത്. ക്രീമിഷ് ഐവറി. അതിൽ അതേ ടോണിൽ തന്നെയായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് സാരിയുടെ ബോഡി വരുന്നത്. ബോർഡർ വരുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഇതാണ് സാരിയുടെ ബോഡി വരുന്നത് കേട്ടോ. ഫുൾ ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ ജാൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡി ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ഫുൾ ഐവറി തന്നെ. ലോവർ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു സഫയർ ഗ്രീനാണ്. വീണ്ടും ജൂട്ട് വീവിലാണ്. ജൂട്ട് വീവിലുള്ള ബോർഡറാണ് രണ്ട് സൈഡിലും വരുന്ന സാരിക്ക്. ചെറിയ ത്രെഡ് വീവ് വരുന്നുണ്ട് ബോർഡറായിട്ട്. മുന്താണി വരുന്നത് ജൂട്ടിൽ തന്നെയാണ്. ജൂട്ട് വീവിലാണ് സാരിയുടെ പല്ലു. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ ജൂട്ടിലാണ്. ജൂട്ട് വീവിൽ തന്നെയാണ് ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത് സാരി. അടുത്ത സാരി സെയിം തന്നെയാണ്. ത്രെഡ് എംബ്രോയിഡറിയിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഐവറി ഷെയ്ഡിൽ തന്നെയായിരിക്കും സാരി വരുന്നത്. ഫുൾ ബോഡിയിലും ഐവറി തന്നെയുള്ള ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. എംബ്രോയിഡറി വർക്കിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. ഫുൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബോഡി വരുന്നത്. ബോർഡർ വരുമ്പോൾ ലോ ബോർഡർ വരുമ്പം
ഇതിലൊരു റെഡാണ്, ഒരു ബ്രൈറ്റ് റെഡ് അല്ല, വളരെ ഒരു സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു റെഡ് കളറിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. അത് കഴിഞ്ഞുള്ള ഏരിയ വരുന്നത് ജൂട്ട് വീവിലാണ്, രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. പല്ലു ജൂട്ട് വീവിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ ജൂട്ട് സിൽക്കിൽ തന്നെ ത്രെഡ് വീവിലാണ് ബ്ലൗസ് വരുന്നത്. ലാസ്റ്റ് വൺ വരുന്നത് വീണ്ടും ഗ്രേ തന്നെയാണ്. ഗ്രേയിലാണ് ഐവറി കോമ്പിനേഷൻ വരുന്നത് സാരിക്ക്. ഇതിലും സെയിം ടോണിൽ തന്നെ ഐവറി തന്നെയാണ്, ത്രെഡ് വർക്കാണ്, ഒരു ജാൽ ഡിസൈനിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ലോവർ ബോർഡർ വരും ഈ ഒരു പാറ്റേണിലായിരിക്കും, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത്. ജൂട്ട് വീവിൽ തന്നെയാണ് രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. ജൂട്ട് വൂവൺ പാറ്റേണിലുള്ള പല്ലു ആൻഡ് റണ്ണിങ് ബ്ലൗസാണ്. പ്യുവർ ജൂട്ടിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്.